Celebrating 50 years. Majestic Jewelers. വ്യാപാര സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 6 ദിവസവും തുറക്കാൻ അനുമതി. പ്രവർത്തന സമയം ദീർഘിപ്പിക്കുകയും ചെയ്തു. ആരാധനാലയങ്ങളിൽ 40 പേർക്ക് പ്രവേശനം അനുവദിക്കും. സംസ്ഥാനത്തെ പുതുക്കിയ ലോക്ക്ഡൌൺ ചട്ടങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ രീതിയിൽ മാറ്റം വരുത്താൻ ഇന്നലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. ഇതനുസരിച്ചാണ് കൂടുതൽ ലോക്ക്ഡൌൺ ഇളവുകൾ പ്രഖ്യാപിച്ചത്. നിയമസഭയുടെ ചട്ടം 300 അനുസരിച്ച് വിദഗ്ധ സമിതി തീരുമാനങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കടകളും വ്യാപാര സ്ഥാപനങ്ങളും കൂടുതൽ ദിവസം തുറക്കാൻ അനുമതി നൽകുന്നതാണ് പുതിയ ലോക്ക്ഡൌൺ ഇളവുകൾ. എല്ലാ കടകളും ആഴ്ചയിൽ 6 ദിവസം തുറക്കാൻ അനുമതിയുണ്ട്. രാവിലെ 7 മുതൽ 9 വരെയാണ് പ്രവർത്തനാനുമതി. പൊതുപരിപാടികൾ നടത്തുന്നതിനു ഇപ്പോഴും വിലക്ക് തുടരുകയാണ്. കല്യാണത്തിനും മരണത്തിനും 20 പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്ന് നിർദ്ദേശമുണ്ട്. ആരാധനാലയങ്ങളിൽ പരമാവധി 40 പേർക്ക് പ്രവേശിക്കാം. വാരാന്ത്യ ലോക്ക്ഡൌൺ ഞായറാഴ്ച മാത്രമാകും. രോഗവ്യാപനം തടയുന്നതിന് ആൾക്കൂട്ടം നിയന്ത്രിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കാര്യത്തിൽ ആർക്കും ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടുമില്ല. അതിനാൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക കൂട്ടായ്മകൾ ഉൾപ്പെടെ ജനങ്ങൾ കൂടുന്ന സംവിധാനങ്ങൾ ഒഴിവാക്കുന്ന രീതി പൊതുവിൽ തുടരേണ്ടതായിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ അവയുടെ വിസ്തീർണം കണക്കാക്കിയാകണം ആളുകൾ പങ്കെടുക്കേണ്ടത്. വലിയ വിസ്തീർണമുള്ളവയിൽ പരമാവധി 40 പേർക്ക് പങ്കെടുക്കാം. കല്യാണങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും പരമാവധി 20 പേർക്ക് പങ്കെടുക്കാവുന്നതുമാണ്. ഇന്നത്തെ പൊതു സാഹചര്യവും വാക്സിനേഷന്റെ പുരോഗതിയും കണക്കിലെടുത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ 1000 പേരിൽ 10ൽ കൂടുതൽ രോഗികൾ ഒരാഴ്ച ഉണ്ടായാൽ അവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌണും മറ്റുള്ള ഇടങ്ങളിൽ ആഴ്ചയിൽ 6 ദിവസം പ്രവർത്തിക്കാനുള്ള അനുമതിയും ഉണ്ടാകും. സ്വാതന്ത്ര്യദിനം പ്രമാണിച്ച് ഞായറാഴ്ച പ്രവർത്തിക്കുന്നതാണ്. ഓണത്തിന്റെ തിരക്ക് കൂടി കണക്കിലെടുത്ത് 22-ാം തീയതി ഞായറാഴ്ചയും ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഒഴിവാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഉത്സവകാലമായതുകൊണ്ട് തന്നെ സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നടപടികൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതിന് പ്രത്യേകമായ സംവിധാനം വ്യാപാര സ്ഥാപനങ്ങൾ എടുക്കേണ്ടതാണ്. ആഗസ്റ്റ് 15-നും അവിട്ടം ദിനമായ ആഗസ്റ്റ് 22-നും ലോക്ക്ഡൌൺ ഉണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. വിദഗ്ധാഭിപ്രായം പരിഗണിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. ഒരു പ്രദേശത്തെ 1000 പേരിൽ 10ൽ കൂടുതൽ പേർക്ക് രോഗമുണ്ടായാൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. വിദഗ്ധാഭിപ്രായം പരിഗണിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് മന്ത്രി പറഞ്ഞു. ഒരു പ്രദേശത്തെ 1000 പേരിൽ 10ൽ കൂടുതൽ പേർക്ക് രോഗമുണ്ടായാൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. രോഗനിയന്ത്രണത്തിന് സർക്കാർ നടത്തിയ ശ്രമങ്ങൾ വിജയകരമാണെന്നും ജനങ്ങൾ നല്ല സഹകരണം നൽകുന്നുണ്ടെന്നും വീണ ജോർജ് വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കണക്കാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ജില്ലാ തലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിതിഗതികൾ പരിശോധിച്ചാണ് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം മാറ്റങ്ങൾ ശാസ്ത്രീയമായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് സർക്കാരിനെ സഹായിക്കാൻ ഒരു വിദഗ്ധ സമിതിയും നിലവിലുണ്ട്. ഇത്തരം വിദഗ്ധാഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ഇളവുകൾ നൽകുന്നതും. മുഴുവൻ പേർക്കും വാക്സിൻ നൽകുകയാണ് നിലവിലെ ലക്ഷ്യം. 1.47 കോടി പേർക്ക് ആദ്യ ഡോസും 17% പേർക്ക് 2ാം ഡോസും നൽകി. 60 ലക്ഷം വാക്സിൻ ഈ മാസം ലഭ്യമാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് നിശ്ചിത തീയതിക്കുള്ളിൽ വാക്സിൻ നൽകും. അതേസമയം സംസ്ഥാനത്ത് 56% പേർക്ക് ഇപ്പോഴും രോഗം ബാധിച്ചിട്ടില്ലെന്നും 3ാം തരംഗത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു.